തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യാത്രകളുടെ കാലമാണ്. അതായത് പല ഓമനപ്പേരുകളിൽ വിളിക്കപ്പെടുന്ന യാത്രകൾ. ഈ യാത്രകളാണ് പലപ്പോഴും നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം ചരിത്രപരമായി ചില യാത്രകൾ എങ്ങനെയാണ് നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുത്തത്. ആന്ധ്രയിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ തേരോട്ടമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ NT രാമറാവു ഒരു വലിയ യാത്ര നടത്തി, രഥയാത്ര. അവിടെ നിന്നാണ് രഥത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്ന ചിന്ത ഉണ്ടായത്. പിന്നീട് LK അദ്വാനി രഥയാത്ര നടത്തി അവസാനം BJPക്ക് കേന്ദ്രത്തിൽ ഭരണത്തിലെത്താനുള്ള കാറ്റലിസ്റ്റായി മാറിയത് അന്ന് ചെറിയ നേട്ടമേ ഉണ്ടായുള്ളൂ എങ്കിൽ പോലും ഭാവിയിലേക്കുള്ള അടിത്തറ പാകിയത് ആ യാത്രയാണ്. NTR മുഖ്യമന്ത്രിയായി, പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രയിൽ ഒത്തർപ്പ് യാത്ര നടത്തി മുഖ്യമന്ത്രിയായി. കേരളത്തിലും മോശമൊന്നുമല്ല കാര്യങ്ങൾ. പല പേരുകളിലാണ് യാത്രകൾ. അതായത് ജാഥ ക്യാപ്റ്റനാര് കെ മുരളീധരൻ മുൻപ് യാത്ര നടത്തിയിട്ടുണ്ട്, ഈ രമേശ് ചെന്നിത്തല യാത്ര നടത്തിയിട്ടുണ്ട്, ഈ മുൻപ് പല നേതാക്കന്മാരും കോൺഗ്രസിൻ്റെയും CPMൻ്റെ പിണറായി വിജയൻ യാത്ര നടത്തിയിട്ടുണ്ടല്ലോ. കേരള വികസന യാത്രയൊക്കെ നടത്തിയിട്ടില്ലേ. അപ്പം പലപ്പോഴും വികസനത്തിന് സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ഗവൺമെൻറ്റും, അതാണ് ഗവൺമെൻറ് ഇപ്പോൾ നടത്തുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ നേരിട്ട് താല്പര്യപ്പെട്ട് LDF നടത്തുന്ന ഈ വികസന മുന്നേറ്റ യാത്ര. അതിന് ബദലായി UDFൻ്റെ യാത്ര, കേരള മോചന യാത്ര, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന കേരളത്തിൻ്റെ ഒരു പുതുയുഗയാത്ര, അല്ലെങ്കിൽ പുതുയുഗപ്പിറവിക്ക് വേണ്ടിയുള്ള യാത്ര എന്ന രൂപത്തിലാണ് UDFൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 7 ഫ്ലാഗ് ഓഫ് ചെയ്തു. അത് കാസർഗോഡ് കുമ്പളയിൽ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്യുകയും 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അവിടെ VD സതീശൻ ഉഗ്രമായി ജാഥ ക്യാപ്റ്റൻ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ്, സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവാണല്ലോ, ഭരണപക്ഷത്തെ എതിരായി കാട്ടക നിന്നുകൊണ്ട് പിന്നെ ഈ പോരായ്മകളെല്ലാം ചൂണ്ടിക്കാട്ടിക്കുന്നത്. രണ്ട് പക്ഷം ഇപ്രാവശ്യത്തെ ഈ 2 യാത്രയിൽ, അതായത് മേഖലാ യാത്രകൾ നടക്കുകയാണ് LDFൻ്റേത്. ഉത്തരമേഖല, മധ്യമേഖല, തെക്കൻ മേഖല. മധ്യമേഖലയിൽ ഒരു വലിയ വിവാദമായിരുന്നു, ആരാവും മധ്യമേഖല ക്യാപ്റ്റൻ. ഇത് ഒന്ന് CPMൻ്റെ തന്നെ നേതാവ് നയിക്കുന്നു, മറ്റൊന്ന് മധ്യമേഖലയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവ് ജോസ് കെ മാണി നയിക്കുന്നു, തെക്കൻ കേരളത്തിൽ CPI നയിക്കുന്നു. അപ്പോൾ എല്ലാ പാർട്ടിക്കും ഒരു പങ്കാളിത്തം കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ 2 യാത്രകൾ സമാന്തരമായി മുന്നേറുന്നു. LDFൻ്റെ മേഖലാ യാത്രകളും UDFൻ്റെ സംസ്ഥാന യാത്രയും ഇങ്ങനെ മുന്നേറുന്നു. 2 യാത്രയിലും മുഴങ്ങിക്കേൾക്കുന്ന വിഷയം പോറ്റി തന്നെയാണ്, പോറ്റിയെ കയറ്റിയ വിഷയം തന്നെയാണ്. ഇത് 2 നറേറ്റീവാണ് എന്ന് മാത്രമാണ്. പോറ്റിയെ മാറ്റി നിർത്തി, ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മാറ്റി നിർത്തി കേരള രാഷ്ട്രീയത്തിന് ഇപ്പോഴത്തെ നിലയിൽ തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് പോകാനാവില്ല എന്ന് കൃത്യമായി ഒരു സൂചനയാണ് കിട്ടുന്നത്. എന്താണ് UDF നറേറ്റീവ്? എന്താണ് ഈ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ 4 പാർട്ടി കാർഡ് ഹോൾഡേഴ്സ് ഇപ്പോൾ തടവിലാണ്, റിമാൻഡിലാണ്, അകത്താണ്. അപ്പോൾ പോറ്റി പോയിക്കോട്ടെ, പോറ്റി കയറ്റിയ ആളുകൾ ആരാണ് എന്നതാണ് വിഷയം. LDF അതേ നാണയത്തിലാണ് തിരിച്ചടിക്കുന്നത്. അടൂർ പ്രകാശിൻ്റെ റോൾ എന്താണ്? സോണിയാഗാന്ധിയെ പോറ്റിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ആർ? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അൻപേൽക്കാത്തവരില്ല കുരുക്കളിൽ എന്ന ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരെയും BJP ഒഴിച്ചുള്ള UDF LDF രാഷ്ട്രീയക്കാരെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് 2 പക്ഷവും സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ്. പോറ്റിയെ എല്ലാവരും തള്ളിക്കളയുന്നു. പക്ഷേ പോറ്റിയെ സന്ധിച്ചിരുന്നത്, അല്ലെങ്കിൽ പോറ്റി വളർത്തിയിരുന്നത് ആദ്യം UDF ആണ്. ഇത് LDF പറഞ്ഞു വയ്ക്കുകയാണ്. അടൂർ പ്രകാശ് MP ആകുന്നത് പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ്. അപ്പോഴാണ് കോന്നിവിട്ട് അദ്ദേഹം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലേക്ക്, ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറുന്നതും ജയിക്കുന്നതും. എന്നാൽ 2020 ജനുവരിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയ ഒരു അന്നദാനം, സ്പോൺസേർഡ് പരിപാടിയാണ് അന്നദാനം. അത് ഉദ്ഘാടനം ചെയ്തത്, ആദ്യം ഇല ഇട്ട ചോറ് വിളമ്പിക്കൊടുത്തത് അടൂർ പ്രകാശാണ്. പോറ്റിയുമായി കേവലം 5-6 മാസത്തെ ബന്ധം. ഒരു സംവിധായകനാണ്, തൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. സ്വാഭാവികമായി തനിക്കതിലേക്ക് പോകേണ്ടി വരും, കാണേണ്ടി വരും. പക്ഷേ നിരന്തരം അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നും, ഈ പിന്നെ പുളിമാത്തിലെ അദ്ദേഹത്തിൻ്റെ കിളിമാനൂരിൻ്റെ അടുത്തുള്ള പുളിമാത്തിലെ പോറ്റിയുടെ വീട്ടിൽ സന്ദർശകനായിരുന്നു പലയാവർത്തി അടൂർ പ്രകാശ് എന്നും. അടൂർ പ്രകാശ് മാത്രമല്ല, ഈ മറ്റ് പലരും, മറ്റ് UDF നേതാക്കളുമുണ്ട്, LDF നേതാക്കളുമുണ്ട്, എല്ലാവരും സന്ദർശകരായിരുന്നു എന്നും. അന്ന് അനഭിമതനായിരുന്നില്ലല്ലോ പോറ്റി. അതിപ്പോൾ നോക്കുമ്പോൾ, അന്നത്തെ ഓപ്റ്റിക്സ് ഇപ്പോൾ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് UDFനും. അതായത് അടൂർ പ്രകാശ് മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു 1 വർഷം വിളമ്പിക്കൊടുത്തത്.
അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊള്ള തുടങ്ങിയത് 2019 മുതൽ സ്വർണ്ണപ്പാളി ഇളക്കിയിട്ടുണ്ടല്ലോ. അതിന് മുൻപ് തന്നെ അദ്ദേഹം അകത്തെ ആളായിട്ട് മാറിയല്ലോ. ഇപ്പോൾ കേൾക്കുന്നു മറ്റു പല കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവ് ഒത്താശയോടുകൂടിയമാണ്. അതിന് മുൻപും ചില കടത്തലുകൾ നടന്നു എന്ന സൂചന വരികയാണ്. മാത്രമല്ല LDFിൻ്റെയും സമുന്നതരായ നേതാക്കൾ, അന്നും ഇന്നും ഉള്ള നേതാക്കൾ, രാഘവൻ ഉൾപ്പെടെയുള്ള പിന്നെ ആളുകൾ ഈ വള്ളസദ്യയല്ലോ ഈ പറയുന്ന അന്നദാനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ കാലാകാലങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോറ്റിയുമായി ഈ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ ഭേദമന്യേ, കോൺഗ്രസ് CPM ഭേദമന്യേ ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നിഗമനം. ഇതെല്ലാം സമർത്ഥമായി യാത്രാ സമയത്തെ ഉപയോഗിക്കുകയാണ്. സമാന്തരമായി മറ്റൊരു നറേറ്റീവ് കൂടെ വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല യാത്രയിലെ വിഷയം. 2 യാത്രകളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സമസ്തയോടുള്ള നിലപാടാണ്. ഇപ്പോൾ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അതനുസരിച്ച് സമസ്തയുടെ പല നോമിനീസിനും അംഗത്വം ലഭിക്കുന്നു. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നോമിനീസ് അതിൽ ഉണ്ടാവുന്നില്ല. ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ നോമിനീസ് അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശയക്കുഴപ്പം, മുസ്ലിം ജനസമൂഹത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ വിത്തുപാകാൻ ബോധപൂർവമായി CPM ശ്രമിക്കുന്നു. പക്ഷേ UDF അതൊന്നും കേൾക്കുന്നില്ല. UDF ഈവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ മതരാഷ്ട്രവാദം ഉയർത്തിയിട്ടുണ്ട്. അത് UDF പറയുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശനും അത് തന്നെയാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ UDF ചേർത്ത് പിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ ആക്രമിച്ചുകൊണ്ട് LDF, എന്നാൽ മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ LDFുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം ബോധപൂർവം മറച്ചു വയ്ക്കുന്നു. കേരളത്തിലെ പ്രബുദ്ധരായ സംവിധായകർ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ്. കാരണം അവരുടെ വോട്ടിന് വേണ്ടി, കാരണം വടക്കൻ കേരളം വൻ പോരാട്ടവേദിയാവുകയാണ്. ഇപ്പോൾ യാത്ര കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിലൂടെയാണ്, മലബാർ മേഖലയിലൂടെയാണ്. വൻ പോരാട്ടവേദിയാവുകയാണ്. അതിഗംഭീരമായ ഒരു മുന്നേറ്റമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ UDF കാഴ്ചവെച്ചത്. അതുകൊണ്ട് അപ്രതീക്ഷിതമായി കോഴിക്കോട് ജില്ലയിൽ നേട്ടങ്ങളുണ്ടായി UDFന്. കണ്ണൂർ ജില്ലയിൽ നില മെച്ചപ്പെടുത്തി. കാസർഗോഡ് ഇപ്പോൾ അപ്രതീക്ഷിത മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ആവർത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു വരുന്നു, കോൺഗ്രസിന് വേണ്ടി ജയിച്ചു വരുന്നു. മലപ്പുറം ജില്ല ഒരു അടിസ്ഥാനം പോലും ഇല്ലാത്ത രീതിയിൽ LDFന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലബാറാണ് ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വലിയ വളക്കൂറുള്ള മണ്ണാണ്. മുസ്ലിം ജനസാമാന്യവുമായി ഒരു നിരപ്പിൽ പോവുകയായിരുന്നു. EMS നമ്പൂതിരിപ്പാട് 1987 തെരഞ്ഞെടുപ്പിൽ എല്ലാ വർഗീയ മതസംഘടനകളുമായും അകലം പാലിച്ചുകൊണ്ട് കൃത്യമായ പ്രത്യയശാസ്ത്രം മാത്രം മുന്നോട്ട് വെച്ച് ഒരു തിരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നു. അവിടെ മതസംഘടനകളോ മതത്തിൻ്റെ പേരുള്ള പാർട്ടികളോ ഒന്നും തന്നെ ആ മുന്നണിയിൽ ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. അതിനുശേഷം പല സമയങ്ങളായി 2000 ആണ്ടിന് ശേഷമൊക്കെ പല സമയങ്ങളിലായി മുസ്ലിം വോട്ട് നല്ല രീതിയിൽ LDFന് ലഭിച്ചതുകൊണ്ടും മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നും ചില നേതാക്കളെ വളർത്തിയെടുക്കാൻ ബോധപൂർവമായി ഒരു ശ്രമം LDF നടത്തിയതുകൊണ്ടും ഒക്കെയാണ് LDFന് ഇന്ന് കാണുന്ന ഒരു അസ്തിത്വം ലഭിച്ചത്. അത് പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വോട്ട് മാത്രമല്ല എന്ന് ഓർക്കണം. മലബാറിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ മാത്രമല്ല LDFിൻ്റെ പിൻബലം. ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് മാത്രമല്ല പിൻബലം. ഇപ്പോൾ ഈഴവ ആൻഡ് മുസ്ലിം ഡിവൈഡ് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് LDFിൻ്റെ. ഇതെല്ലാം തന്നെ യാത്രയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDFിൻ്റെ LDFിൻ്റെ ബന്ധം തലനാരിഴയ്ക്കിടെ പരിശോധിക്കപ്പെടും ഈ യാത്രകളിൽ. അതേപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതലായി സംസാരിക്കപ്പെടും. പക്ഷേ താരമൂല്യമുള്ള വിവാദ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ശബരിമല വിവാദം തന്നെയാണ്. ഇതെങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുന്നത്, മാധ്യമങ്ങൾ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഓരോരോ ദിവസങ്ങളിൽ പുതിയ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരുകളിലേക്ക് എത്തുകയാണ്. SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടാകുന്നു. SITയുടെ മെല്ലപ്പോക്ക് കാരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വെളിയിലിറങ്ങാൻ സാധിച്ചത് എന്ന് കൃത്യമായി ആഞ്ഞടിക്കുകയാണ് BJPയും UDFും. അതേസമയം തന്ത്രിയെ ചാരി മന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷം നടത്തുന്നു എന്ന ഒരു പരിഭവം BJPക്കുമുണ്ട്. അപ്പോൾ മന്ത്രിപക്ഷത്താരെ ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. ഇവിടെ BJPയും ഈ ചക്രവർത്തി പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. BJPയുടെ ദേശീയ പ്രസിഡന്റായി പുതിയതായി ചുമതലയേറ്റെടുത്ത നിതിൻ നബീൻ കേരളത്തിലുണ്ട്. ആദ്യം കാലടി ആദിശങ്കരൻ്റെ മണ്ണിൽ ചെന്ന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് തൃശ്ശൂരും എറണാകുളത്തുമായി ഉള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തത്. അതുകൊണ്ട് BJPയും അരയും തലയും മുറയ്ക്ക് രംഗത്തുണ്ട്. 30 സീറ്റുകളിൽ 30,000-ൽ കൂടുതൽ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തു. ആ ഒരു വോട്ട് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ
മെച്ചപ്പെടുത്തി 30 മണ്ഡലങ്ങളിൽ സ്റ്റാർ ചിഹ്നമിട്ടുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിക്കാനാണ് ബി ജെ പിയുടെ ഒരുപക്ഷെ തീരുമാനം. ഒരുപക്ഷെ കേരളം ആകമാനം വ്യാപിക്കാൻ ഒരുപക്ഷെ പറ്റില്ലായിരിക്കും. പക്ഷേ 30 കണ്ണായ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചാൽ, പ്രത്യേകിച്ച് അർബൻ മേഖലയിൽ കേന്ദ്രീകരിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവും എന്ന തിരിച്ചറിവാണ്. അപ്പം ഇനിയുള്ള നാളുകൾ യാത്രകളുടേതാണ്, വിവാദങ്ങളുടെയാണ്, വാക്പോരിൻ്റെയാണ്, സംഘടനത്തിൻ്റെയാണ്, ഉഗ്രമായ പോരാട്ടത്തിൻ്റെയാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിഷയം എങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുന്നത്, ഏത് കക്ഷിക്കാണ് ഇത് അഡ്വാൻറ്റേജ് കൂടുതൽ എടുക്കാൻ കഴിയുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി UDF അഡ്വാൻറ്റേജ് ലഭിച്ചു, LDF തിരിച്ചടി ഉണ്ടായി, BJP കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ BJP പുനർവിചിന്തനം നടത്തുകയാണ്. ശബരിമല വിഷയം അവരുടെ കോർ കോമ്പറ്റൻസിയിൽപ്പെടുന്ന കാര്യമാണ്. ആചാര സംരക്ഷണ വിഷയത്തിൽ എത്രയോ ഗംഭീരമായ പ്രക്ഷോഭമാണ് BJP നടത്തിയത്. അതിന് സമാനമായ രീതിയിൽ ഇനിയുള്ള നാളുകൾ BJP പ്രക്ഷോഭത്തിനായി വരുമോ? ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു വലിയ കടന്നുകയറ്റത്തിൽ സർക്കാരിൻ്റെ ഡിഫൻസ് പാളുമോ? ഏതെങ്കിലും വൻപൻ സ്രാവുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ അറസ്റ്റിലാകുമോ? ഈ യാത്ര ജനങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടറിയാനാണ് എന്ന് പറയുമ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ഒരു നേതാവിനെ സൃഷ്ടിക്കുന്ന യാത്രയാണ്, ഭാവി മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്ന യാത്രയാണ്. ഭാവി മുഖ്യമന്ത്രിയായി VD സതീശന് ഇരിക്കാനാവുമോ? കാരണം ഒരു പരിധിയിൽ കൂടുതൽ യാത്രയിൽ VD സതീശൻ തിളങ്ങുകയാണെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എന്തെല്ലാം വെട്ടുകൾ ഉണ്ടാവാം. അത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ് രാഷ്ട്രീയമാണ്. ഇപ്പോൾ നേതൃതലത്തിൽ, ഉന്നത നേതൃതലത്തിൽ കേരളത്തിലെ മൂന്ന് പേരാണ് ത്രിമൂർത്തികൾ: VD സതീശൻ, രമേശ് ചെന്നിത്തല ആൻഡ് KC വേണുഗോപാൽ. ഈ 3 പേരും തുല്യ ശക്തികളായി നിൽക്കുന്നു. KC വേണുഗോപാലിനെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് KC വേണുഗോപാലിൻ്റെ ഇടപാടോടുകൂടിയാണ് എന്ന രീതിയിൽ വരെ പരാമർശമുണ്ടായി. അപ്പോൾ ആരെയാണ് ആക്രമിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു ഐഡിയ ഒരുപക്ഷെ LDF ഇല്ല. LDF ഇപ്പോൾ 3 പേരെയും ആക്രമിക്കേണ്ട അവസരത്തിലാണ്. ചെന്നിത്തലയെയും സതീശനെയും വേണുഗോപാലിനെയും ഒരുപോലെ ആക്രമിക്കുന്ന നയമാകുമോ? അതോ ആരെയെങ്കിലും ഒന്ന് തലോടി മറ്റൊരാളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നതാവുമോ? അത് തന്ത്രമാണ്. അപ്പോൾ തന്ത്രങ്ങൾ രണ്ട് കക്ഷികളുടെയും. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന് മാറ്റമില്ല. പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം വ്യാപകമായി സംസാരിക്കുന്നു. കാരണം ഒരുപക്ഷെ പിണറായി വിജയൻ മത്സരിച്ചേക്കില്ല, ഒരുപക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയെങ്കിൽ തലമുറ മാറ്റം ആരിലേക്കാണ് എത്തിച്ചേരുന്നത്? ആ ഒരു ചോദ്യവും ഈ ജാഥ മധ്യേ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നിലവിൽ പിണറായി വിജയൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന കാര്യത്തിൽ. ആര് ജാഥ നയിച്ചാലും, MV ഗോവിന്ദൻ ജാഥ നയിച്ചാലും യഥാർത്ഥ ക്യാപ്റ്റൻ പിണറായി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിൻ്റെ ക്യാപ്റ്റനെ കുറിച്ച് മാത്രമാണ് ആശങ്ക. BJPയുടെ ക്യാപ്റ്റനെ കുറിച്ച് ആശങ്കയൊന്നുമില്ല. അവിടെ മൾട്ടിപ്പിൾ ക്യാപ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ അത് സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ സമയത്ത്, ബിൽഡപ്പിൻ്റെ സമയത്ത് ആകാംക്ഷാപൂർവ്വം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ആ ചിത്രം വ്യക്തമാക്കി തന്നു എന്ന് മാത്രം.